ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ആശയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പുതിയ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പരീക്ഷിക്കാത്ത ആശയമല്ല. ഇന്ന് വിപണിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല കെയർ കൊടുക്കേണ്ട ഒരു ബിസിനസ് സംരംഭവുമാണ്. എന്താണെന്നല്ലേ? അപ്പം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ഇന്ന് പറയാൻ പോകുന്നത് ലോണ്ടറി ബിസിനസ്സിനെ കുറിച്ചാണ്. ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകും ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പം ആൾക്കാർക്കൊരു ധാരണയുണ്ട്, തുണി അലക്കി തേച്ച് കൊടുക്കുന്നതല്ലേ എന്ത് അലക്കാരൻ്റെ പണിയോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ഇന്ന് നഗരങ്ങളിലൊക്കെ പാർക്കുന്ന ആളുകൾക്കറിയാം ലോണ്ടറി ഇല്ലാതെ അവരുടെ ഒരു ദിവസം മുന്നോട്ട് പോകത്തില്ല. കൃത്യമായ സമയത്ത് തങ്ങളുടെ തുണികൾ അലക്കി വെളുപ്പിച്ച് തേച്ച് കിട്ടിയില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാത്ത ഒരുപാട് അവസ്ഥകളൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ നേരിടുന്ന ആളുകളാണ് പട്ടണ പ്രദേശങ്ങളിലുള്ള ആളുകൾ. അപ്പോൾ പറയും, ഞങ്ങളൊക്കെ വീട്ടിലല്ലേ അലക്കുന്നതും ഉണക്കുന്നതും ഒക്കെ. ശരിയാണ്. ഇന്ന് ബ്ലാങ്കറ്റുകളും കംഫർട്ടറുകളും സ്യൂട്ട്സും ഇതൊന്നും നമ്മൾ വീടുകളിൽ അലക്കി സൂക്ഷിക്കാറില്ല. അതുപോലെ വൻകിട ഹോട്ടലുകാരൊന്നും സ്വന്തമായിട്ട് അലക്കുന്നില്ല. അവരൊക്കെ ലോണ്ടറി സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഇങ്ങനൊരു സംരംഭം നിങ്ങളുടെ നാട്ടിലില്ല എങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി കുറച്ച് സ്ഥലമൊക്കെ തയ്യാറാക്കി, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി ഒരു ലോണൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു കുറച്ച് പ്രോപ്പർട്ടി വേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് സെൻറ്ററുകൾ തുടങ്ങാൻ സാധിക്കും. ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, ആളുകളിൽ നിന്ന് ലോണ്ടറി തുണികൾ കളക്ട് ചെയ്യുക, അവ കൃത്യസമയത്ത് തന്നെ ഡെലിവറി കൊടുക്കാനായിട്ട് കൃത്യമായ സമയത്ത് കളക്ട് ചെയ്ത് കൃത്യമായി ഡെലിവറി കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾക്ക് പരാജയപ്പെടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ലോണ്ടറി ഡ്രൈ ക്ലീനിങ് സർവീസ് നടത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരും നാളുകളിൽ ഒരുപാട് കച്ചവടം നിങ്ങൾക്ക് കിട്ടും, ഒരുപാട് ബിസിനസ് നിങ്ങളുടെ വളരും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലുപരി നിങ്ങളുടെ ബിസിനസ് വളരും. അതിന് വേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ്ങിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മളെ ഏൽപ്പിക്കുന്നത് അവരുടെ വസ്ത്രങ്ങളാണ്. അവ വൃത്തിയായും ശുചിത്വത്തോടു കൂടിയിട്ടും ക്ലീൻ ചെയ്ത് അവരിലേക്ക് നമ്മൾ കേടുപാടുകളൊന്നുമില്ലാതെ ഡെലിവറി ചെയ്യുമ്പോൾ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അത് എപ്പോൾ കൊടുക്കണം? നമ്മൾ പറയുന്ന സമയത്ത് ഇൻ ടൈമിൽ അവിടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം, ഡെലിവറി നടത്താൻ സാധിക്കണം അവർക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പിന്നെയും നമുക്ക് കച്ചവടം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കച്ചവടം പിടിക്കാവുന്ന മറ്റൊരു മേഖലയിൽ നിന്നാണ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്. ഇവിടെ നിങ്ങളൊരു ടൈപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും. അതുവഴി നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഹോസ്പിറ്റലുകൾ, അവിടെ നിന്നുള്ള തുണികൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഡ്രൈ ക്ലീനിങ്ങിനും ലോണ്ടറിയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പിന്നെയും വളരുകയുള്ളൂ, ഒരിക്കലും തളരത്തില്ല. നമ്മൾ വേണ്ടത് കൃത്യമായ ശുചിത്വം പാലിക്കണം. അതുപോലെ തന്നെ ഡാമേജുകളൊന്നും ഉണ്ടാക്കാതെ കൃത്യസമയത്ത് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം പ്രോഡക്റ്റുകൾ. കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതായത് കസ്റ്റമർ കെയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് സർവീസസ്. ഇതിന് മുതൽ മുതക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരംഭിക്കാവുന്ന ഒരു ബിസിനസ്സാണ് ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ്. ഈ 5 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞത് അത്രമാകത്തില്ല. നമുക്ക് പ്രോപ്പർട്ടി വേണം, മെഷീനറി വേണം, അതിൽ വർക്ക് ചെയ്യാനുള്ള ആളുകളും വേണം. ഇത് ഇത്രയും കൂടെ ആകുമ്പോഴത്തേന് നമുക്കൊരു പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്
3 to 5 ലാഖിനടുത്ത് നമുക്ക് വരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരാശയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം, നന്ദി.